യോഗനിദ്രയിൽ ശയിക്കുന്ന ഭഗവാനെ വേദാഭിമാനികളായ ദേവതകൾ സ്തുതിക്കുന്നതാണ് ശ്രീമദ് ഭാഗവതത്തിലെ ശ്രുതിഗീത. ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ 87-ാം അധ്യായത്തിൽ 14 മുതൽ 41 വരെയുള്ള ശ്ലോകങ്ങളാണ് ശ്രുതിഗീത. 14 മുതൽ 26 വരെയുള്ള ശ്ലോകങ്ങൾ അർത്ഥസഹിതം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു. ഈ വീഡിയോവിൽ 27 മുതൽ 41 വരെയുള്ള ശ്ലോകങ്ങളാണ് പറയാൻ പോകുന്നത്. തവ പരിയേ ചരന്ത്യഖില സത്വനികേതതയാ തൗദപദാക്രമന്ത്യ വിഗണയ്യ ശിരോ നിർദേഹേ പരിവയസേ പശൂനിവ ഗിരാ വിബുധാനഭിതാം സ്തുയീകൃത സൗഹൃദാഃ ഖലു പുനന്ദിനയേ വിമുഖാഃ. സർവഭൂതങ്ങളും അങ്ങയിൽ വസിക്കുന്നുവെന്നുള്ള അറിവോടുകൂടി അങ്ങയെ സേവിക്കുന്നവർ ആ ഉപാസനയുടെ മാഹാത്മ്യം ഹേതുവായിട്ട് സംസാരത്തെ ഒട്ടും പോലും വിലവയ്ക്കാതെ പ്രയാസം ലേശം കൂടാതെ എല്ലാറ്റിനെയും തള്ളി അങ്ങയോട് കൂടിച്ചേരുന്നു. ഇപ്രകാരം ഉപാസിക്കാത്തവർ വിദ്വാൻമാരായിരുന്നാലും അവരെയും അങ്ങ് പശുക്കളുടെ മൂക്കു തുളച്ച് കയറിട്ട് ബന്ധിക്കുന്നതുപോലെ വിധി നിഷേധ രൂപങ്ങളായ വാക്കുകൾ കൊണ്ട് ബന്ധിക്കുന്നു. അങ്ങയിൽ പരമപ്രേമം ആർക്കുണ്ടോ അവർ തന്നെ അവരെയും അന്യരെയും പരിശുദ്ധരാക്കി തീർക്കാൻ സമർത്ഥന്മാർ. 16-ാമത്തെ ശ്ലോകം. ത്വമകരണ സ്വരാടഖിലകാരകശക്തിധരാസ്തവ ബലിമുദ്വഹന്തി സമദന്ത്യജയാ നിമിഷാഃ വർഷഭുജോഖിലക്ഷിതിപതേരിവ വിശ്വസൃജോ വിദദതി യത്ര യേ ത്വധികൃതാ ഭവതശ്ചകിതാഃ. അങ്ങ് ഇന്ദ്രിയ സംബന്ധത്തോട് വേർപെട്ടവനായിരിക്കുന്നു, എന്നാലും താനെ പ്രകാശിക്കുന്നവനാകുന്നു എന്നു മാത്രമല്ല സർവപ്രാണികളുടെയും ഇന്ദ്രിയ ശക്തികളെ അതാതു വിഷയങ്ങളിൽ പ്രവർത്തിപ്പിക്കുന്നവൻ അങ്ങാകുന്നു. അതുകൊണ്ട് അപ്രകാരമല്ലാതെ അവിദ്യയോട് ചേർന്നവരായ ഇന്ദ്രാദി ദേവകളും അവരാൽ പൂജ്യന്മാരായ ബ്രഹ്മാദികളും ഗണ്ഡഭൂമിയെ പരിപാലിക്കുന്ന രാജാക്കന്മാർ അഖണ്ഡഭൂമിയുടെ അധിപതിയായ ചക്രവർത്തിയെ എന്ന പോലെ അങ്ങയെ പൂജിക്കുന്നു. തങ്ങളിൽ താഴെയുള്ളവരിൽ നിന്ന് ഭോഗ്യവസ്തുക്കളെ അനുഭവിക്കുകയും ചെയ്യുന്നു. ഇന്ദ്രാദികൾ ഭഗവാനെ എങ്ങനെ പൂജിക്കുന്നുവെന്നാൽ ഇന്ദ്രാദികളെയും ഏതൊരു കർമ്മം നടത്തുവാൻ അങ്ങ് നിശ്ചയിച്ചിരിക്കുന്നുവോ ആ വക കർമ്മത്തെ അങ്ങയെ ഭയപ്പെട്ടും കൊണ്ട് അവർ ശരിയായി നടത്തുന്നു. 17-ാമത്തെ ശ്ലോകം. സ്ഥിരചരജാതയ സ്യുരജയോത്തനിമിത്തയുജോ വിഹരൗദീക്ഷയാ യതി പരസ്യ വിമുക്ത തദാ നഹി പരമസ്യ കശ്ചിദപരോ ന പരശ്ച ഭവേത് വിയദൈവാപദസ്യ തവ ശൂന്യതുലാം ദദദാ. അല്ലയോ നിത്യമുക്തനായുള്ളവനെ, മായയിൽ നിന്ന് ദൂരെയിരിക്കുന്ന അങ്ങയുടെ ഈക്ഷണബന്ധം എപ്പോൾ മായയ്ക്കുണ്ടാകുന്നുവോ അപ്പോൾ വൃക്ഷാദികളായ സ്ഥിര ശരീരങ്ങൾക്കും പശ്വാദികളായ ചരശരീരങ്ങൾക്കും യോഗ്യതയോടുകൂടിയ ജീവാത്മാക്കൾ സ്വകാര്യാഭിമുഖങ്ങളായ കർമ്മങ്ങളോട് കൂടിയവരായിട്ട് ഉണ്ടാകുന്നു. മായയിൽ ലയിച്ചിരിക്കുന്ന ജീവാത്മാക്കൾ താന്താങ്ങളുടെ കർമ്മങ്ങളോടുകൂടി മായയിൽ നിന്നും പുറപ്പെടുന്നു. കർമാനുസരണം സ്ഥിരങ്ങളും ചരങ്ങളുമായ ഉച്ചനീചദേഹങ്ങൾ ജീവാത്മാക്കൾക്കും സിദ്ധിക്കുന്നു എന്ന് സാരം. 17-ാമത്തെ ശ്ലോകം. അപരിമിതാ ധ്രുവാസ്തനുഭൃതോ യതി സർവഗദാ സ്തർഹിന ശാസ്യതേതി നിയമോ ധ്രുവനേതരദാ അജനിജയന്മയം തദവിമുച്യ നിയന്ത്രഭവേത് സമമനുജാനതാം യദമദം മദദുഷ്ടതയാ. യാതൊരു വസ്തു യാതൊന്നിൻ്റെ വികാരപ്രായമായി ജനിക്കുന്നുവോ അത് ആ വസ്തുവിനെ നിയമിക്കാൻ മതിയാകുമെന്നാണ് നിയമം. ജീവനെ നിയമിക്കാൻ മതിയായ വസ്തു ഏതാകുന്നുവെന്നാൽ യാതൊരു വസ്തു കാരണത്വേന എല്ലാറ്റിലും ചേർന്നതായും അറിയുന്നുവെന്ന് പറയുന്നവരുടെ അറിവിന് ദോഷമുണ്ടാകയാൽ അറിവിന് വിഷയമാകാതെയും ഇരിക്കുന്നുവോ അതുതന്നെ ജീവാത്മാക്കളെ നിയമിക്കുന്ന അങ്ങയുടെ സ്വരൂപം. അപ്രകാരം ഇരിക്കുന്ന പരമാത്മാവായ അങ്ങയിൽ നിന്ന്
അവിദ്യാകൃത നാനോപാധികളായി അംശങ്ങളായി ജീവാത്മാക്കൾ ജനിച്ച് ജനന മരണങ്ങളെ അടയുന്നു എന്നും അങ്ങനെ സംസരിക്കുന്ന ജീവന്മാരെ ശാസിച്ച് അവരുടെ അവിദ്യയെ കാരുണ്യാതിരേകത്താൽ നശിപ്പിച്ച് അവരുടെ നിയന്താവായിരിക്കുന്നത് അങ്ങാകുന്നുവെന്നും ഞങ്ങൾ വിചാരിക്കുന്നു. 18 ശ്ലോകം. നഗടത ഉദ്ഭവ പ്രകൃതി പുരുഷയോ രജയോ രൂപയയുജാഭവന്ത്യ സുഹൃദോ ജലബുദ്ഭുതവദ് ത്വയി തദ് ഇമേ തതോ വിവിധ നാമഗുണൈ പരമേ സരിതൈവാർണവേ മധുനിലില്യുരശേഷരസാഹ. ജീവാത്മാക്കളുടെ ജന്മം നീർപ്പോളകളുടെ ജന്മം പോലെയാകുന്നു. കേവലം കാറ്റുകൊണ്ടും കേവലം ജലം കൊണ്ടും ജലബുദ്ഭുതങ്ങൾ നീർപ്പോളകൾ ഉണ്ടാകുന്നില്ല. കാറ്റും വെള്ളവും തമ്മിൽ യോജിച്ചാൽ ഉണ്ടാകും. അതുപോലെ കേവലം പ്രകൃതി കൊണ്ടും കേവലം പുരുഷനെ കൊണ്ടും ജീവാത്മാക്കൾക്ക് ഉദ്ഭവമില്ല. അവർ തമ്മിൽ ചേർന്നാൽ ഉദ്ഭവിക്കുകയും ചെയ്യും. അങ്ങനെ ജീവജന്മം മായോപാധികനായ നിന്തുരുവടിയിൽ നിന്നാകയാൽ നാനാവിധങ്ങളായ നാമങ്ങളോടും ഗുണങ്ങളോടും കൂടിയ ഉപാധികളോടുകൂടി ജീവാത്മാക്കൾ അങ്ങയിൽ തന്നെ തേനിൽ പുഷ്പരസങ്ങൾ എന്ന പോലെയും സമുദ്രത്തിൽ നദികളെന്ന പോലെയും സുഷുപ്തിയിലും പ്രളയത്തിലും ലയിക്കുന്നു. അനേകം പുഷ്പങ്ങളിൽ നിന്നെടുത്ത രസങ്ങളാകുന്നു തേൻ. എന്നാൽ ഇന്ന പുഷ്പത്തിൽ നിന്ന് വന്ന രസമാണ് ഇത് എന്ന പ്രത്യേകത തേനിൽ കാണുന്നില്ല. എങ്കിലും സാമാന്യ രസം അതിലുണ്ട്. അതുപോലെ ജ്ഞാനോവിധോപാധികളുടെ വിശേഷ പ്രതിഭാനം സുഷുപ്തി പ്രളയങ്ങളിൽ ഇല്ലെങ്കിലും സാമാന്യമായ പ്രതിഭാനം ആ അവസ്ഥകളിലുമുണ്ട്. അതുകൊണ്ട് പുഷ്പരസങ്ങൾ തേനിൽ എന്ന പോലെ ജീവാത്മാക്കൾ അങ്ങയിൽ ലയിക്കുന്നു എന്ന് പറഞ്ഞത് സുഷുപ്തി പ്രളയകാലങ്ങൾക്ക് പറ്റുന്നതാകുന്നു. പ്രളയം, സുഷുപ്തി മുതലായ അവസ്ഥകളിൽ വിശ്വം ദേഹാദിപ്രപഞ്ചം ഇല്ലാതെ ആയി എന്ന് തോന്നുമെങ്കിലും തീരെ നശിച്ചിട്ടില്ല. ദേഹാദിപ്രപഞ്ചം സുഷുപ്തികാലത്തിൽ അജ്ഞാനത്തിലും പ്രളയത്തിൽ ഈശ്വരമായയിലും ലയിക്കുന്നു. മായ ഈശ്വരനിൽ അടങ്ങിയുമിരിക്കുന്നു. തീരെ നശിച്ചിട്ടില്ലെന്ന് പറഞ്ഞതെന്തുകൊണ്ടെന്നാൽ സൃഷ്ടികാലത്തിൽ പ്രപഞ്ചം വീണ്ടും ഉണ്ടാകുന്നു. ജാഗ്രത അവസ്ഥയിൽ കാര്യവിചാരാദികളും കാണപ്പെടുന്നു. തീരെ നശിച്ചുവെങ്കിൽ പിന്നെ കാണപ്പെടുകയില്ലല്ലോ. പരമഗുരു കാരുണ്യത്താൽ അജ്ഞാനം എപ്പോൾ തീരെ നശിക്കുന്നുവോ അപ്പോൾ ജീവൻ സ്വരൂപമായ പരമാനന്ദ സമുദ്രത്തിൽ ഒന്നായിട്ട് ചേരുന്നു. നദികൾ സമുദ്രത്തിൽ ചേർന്നൊന്നായി ഭവിക്കുന്നത് പോലെ. ഇപ്രകാരം സർവപ്രപഞ്ചത്തിൻ്റെ ഉത്പത്തിയും ലയവും അന്തേമുക്തിയും ആരെ ആശ്രയിക്കുന്നത് കൊണ്ടുണ്ടാകുന്നുവോ ആ ഭഗവാനെ ഞങ്ങൾ ധ്യാനിക്കുന്നു. 20 ശ്ലോകം. നൃഷു തവ മായയാ ഭ്രമമീഷുവഗത്യ ഭൃശം ത്വയി സുധിയോ ഭവേദദതി ഭാവമനുപ്രഭവം കഥമനുവർത്തതാം ഭവഭയം തവ യദ്ഭ്രൂകുടിഃ സൃജതി മുഹുസ്ത്രീണേമിരഭവച്ചരണേഷു ഭയം. മുൻ പറഞ്ഞ പ്രകാരം അങ്ങയുടെ മായ കൊണ്ടുണ്ടാകുന്നതാണ് ജീവാത്മാക്കൾക്ക് ജനനമരണ ബന്ധങ്ങൾ എന്ന് ബുദ്ധിമാന്മാർ അറിഞ്ഞിട്ട് സംസാര സങ്കടത്തെ തീർത്തു രക്ഷിക്കുന്ന അങ്ങയിൽ ക്രമേണ ഉത്കർഷത്തെ പ്രാപിക്കുന്നതായ ഭക്തിയെ ധരിക്കുന്നു. അങ്ങനെ അങ്ങയെ സേവിക്കുന്നവർക്ക് സംസാരഭയം ഉണ്ടാവാൻ സംഗതിയില്ല. അങ്ങയെ ആര് രക്ഷിതാവായിട്ട് കരുതാതെയിരിക്കുന്നുവോ അവരിൽ ശീതം, ഉഷ്ണം, വർഷം എന്ന 3 ചക്രങ്ങളോടുകൂടിയ കാലം ജന്മമൃതിരൂപമായ ഭയത്തെ ഉണ്ടാക്കുന്നു. അങ്ങയെ ഭജിക്കുന്നവരെ കാലശക്തി ബാധിക്കയില്ല. 21 ശ്ലോകം. വിജിതഹൃഷീകവായുഭിരദാന്തമനസ്തുരകം യൈഹ യദന്തി യന്തുമതിലോലമുപായകിതഃ വ്യസനശതാന്യുതാ സമവഹായ ഗുരോശ്ചരണം വണിജൈവാജസന്ധ്യകൃതകർണധരാജലദൗ. യാതൊരുത്തർ ഇന്ദ്രിയങ്ങളെയും പ്രാണാദിവായുക്കളെയും ജയിച്ചവരാൽ കൂടി ഒതുക്കപ്പെടാത്തതായി അതിചഞ്ചലമായിരിക്കുന്ന മനസ്സാകുന്ന കുതിരയെ ശിക്ഷിച്ചു വശീകരിക്കാനായിക്കൊണ്ട് ഗുരുവിനെ ആശ്രയിക്കാതെ യത്നം ചെയ്യുന്നുവോ അവർ ഓരോരോ ഉപായങ്ങളിൽ മാറി മാറി പ്രവർത്തിക്കുക നിമിത്തം ദുഃഖത്തിനു പാത്രീഭൂതരായി അനേക വ്യസന പരവശന്മാരായിട്ട് കപ്പൽക്കാരനെ ആശ്രയിക്കാതെ കപ്പലിലിരുന്നു ജലമാർഗേണ പുറപ്പെട്ട കച്ചവടക്കാർ
സമുദ്രത്തിൽ മുങ്ങുന്നതുപോലെ സംസാര സമുദ്രത്തിൽ മുങ്ങുന്നു. ഗുരു സേവാപൂർവകമായി യത്നം ചെയ്താൽ അവർ ഉപായക്ലേശത്തോടും വ്യസനത്തോടും കൂടാതെ സംസാര സമുദ്രത്തെ കടക്കുകയും ചെയ്യുന്നു. ഗുരുകാരുണ്യം കൂടാതെ മനസ്സമാധാനം സിദ്ധിക്കുകയില്ല. അതിനാൽ ഗുരുവിനെ ശരണം പ്രാപിക്കണം. 22-ാമത്തെ ശ്ലോകം. സ്വജനസുധാത്മധാരധനധാമധരാസുരതൈ സ്തൊയി സതി കിം നൃണാം ശ്രയത ആത്മനി സർവരസേ ഇതി സദജാനതാം മിഥുനതോരതയേ ചരതാം സുഖയതി കോന്യുഹസു വിഹദേസു നിരസ്തഭഗേ. സർവാനന്ദ പരിപൂർണനായിരിക്കുന്ന അങ്ങയെ ആര് ഭജിക്കുന്നുവോ അവരുടെ ആത്മാവായിരിക്കുന്നത് അങ്ങുതന്നെ എന്നറിയുന്നതിനാൽ അവർക്ക് സർവ്വസുഖവും അങ്ങയിൽ നിന്ന് സിദ്ധിക്കുന്നു. അപ്രകാരം സർവാനന്ദവും അവർക്ക് സിദ്ധിച്ചിരിക്കുമ്പോൾ ബന്ധുക്കൾ, പുത്രന്മാർ, ദേഹം, ഭാര്യ, ധനധാന്യാദികൾ, ഭൂമി, പ്രാണൻ, രഥാദി വാഹനങ്ങൾ ഇവ കൊണ്ടുണ്ടാകുന്ന ബലം അത്യല്പകമാകയാൽ എല്ലാ സമയവും സ്വജനാദികളിൽ തന്നെ മനസ്സുവെച്ച് ജീവിതകാലം കഴിച്ചുകൂട്ടാതെ അവയിൽ വിരക്തി കൈക്കൊണ്ട് അങ്ങയെ ഭജിക്കുന്നവർ പരമാർത്ഥമായ സുഖം അനുഭവിക്കുന്നു. 23-ാമത്തെ ശ്ലോകം. ഭുവി പുരു പുണ്യതീർത്ഥസദനാൻ ഋഷയോ വിമതാസ്ത ഉദഭവത്പദാംബുജഹൃദോഗഭിദംഘ്രിജലാഹ ദദതി സകൃന്മനസ്തുയ്യ ആത്മനി നിത്യസുഖേ ന പുനരുപാസതേ പുരുഷസാരഹരാവസതാൻ. തങ്ങളുടെ കാൽ കഴുകിയ വെള്ളം ആരുടെ ശരീരത്തിൽ തട്ടുന്നുവോ അവൻ്റെ പാപത്തെ മുഴുവനും നശിപ്പിക്കാൻ സാമർഥ്യമുള്ള മാഹാത്മ്യത്തോടു കൂടിയവരായി അങ്ങയുടെ പാതാരവിന്ദങ്ങളെ ഹൃദയത്തിൽ ധ്യാനിക്കുന്നവരായി ലോകപ്രസിദ്ധന്മാരായിരിക്കുന്ന മഹർഷിമാർ അഹങ്കാരമില്ലാത്തവരാകുന്നു. അവർ എവിടെയിരുന്നാലും ഒന്നുകൊണ്ടും അവർക്ക് ബന്ധം ഭവിക്കുകയില്ല. എങ്കിലും അവർ സജ്ജനങ്ങളോട് ചേർച്ച ഉണ്ടാകണമെന്നുള്ള ആഗ്രഹം നിമിത്തം പുണ്യതീർത്ഥങ്ങളുടെ സമീപത്തിൽ തന്നെ വസിക്കുന്നു. അതിനാൽ അവർക്ക് ഋഹാദി വിഷയങ്ങളിൽ ആശയുണ്ടാകുകയില്ല. ചിലർ സർവാത്മാവായി നിത്യസുഖസ്വരൂപനായിരിക്കുന്ന അങ്ങയിൽ ഒരിക്കൽ മനസ്സിനെ ധരിക്കുന്നുവോ അവരും മേലിൽ പുരുഷൻ്റെ സാരത്തെ നശിപ്പിക്കുന്ന ഗൃഹത്തെ ആശ്രയിക്കുന്നില്ല. 24-ാമത്തെ ശ്ലോകം. സദൈതമുത്തിദം സദിതി ചേന്നനു തർക്കഹദം വ്യഭിചരതി കൊജ കൊജ മൃഷാന തദോഭയയു വ്യവഹൃദയേ വികൽപൈഷിതോന്ത പരമ്പരയാ ഭ്രമയതി ഭാരതീത ഉരുവൃത്തിഭിരുദ്ധജടാൻ. ജഗത്തിന് പാരമാർത്ഥിക സത്യത്വമില്ല. അതിനാൽ വൈരാഗ്യമുണ്ടാകണം. അതിനെ ഉറപ്പിക്കാൻ സജ്ജന സംസർഗം ആവശ്യമെന്ന് മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. ജഗത്തിന് പാരമാർത്ഥിക സത്യത്വം ഇല്ലെന്ന് പറഞ്ഞതിനെ ശങ്കാസമാധാനങ്ങളെ കൊണ്ട് പറഞ്ഞുറപ്പിക്കുന്നു. ജഗത് സത്തിൽ നിന്നുണ്ടായിരിക്കുകയാൽ സത്തു തന്നെ എന്ന ശങ്ക. ജഗത്തിന് കാരണം ബ്രഹ്മം ആയത് സത്താകുന്നു, പാരമാർത്ഥിക സത്യമാകുന്നു. അതിൽ നിന്നാകുന്നു ലോകമുണ്ടായത്. അതുകൊണ്ട് ജഗത്തും സത്തായിരിക്കണം. ഇവിടെ ജഗത് പക്ഷം പാരമാർത്ഥിക സത്യത്വം സാധ്യം, സത്തിൽ നിന്നുണ്ടായത് എന്നുള്ള ഹേതു. ഈ ശങ്ക വിരുദ്ധമാകുന്നുവെന്ന് തർക്കഹതമല്ലയോ എന്നതുകൊണ്ട് വിവക്ഷിക്കപ്പെട്ടിരിക്കുന്നു. തർക്കരീതിയെ അനുസരിച്ചാലോചിക്കുമ്പോൾ ഭൂരാദി 14 ലോകങ്ങളും അവിടെയുള്ള ഭോഗ്യപദാർത്ഥ ജാലങ്ങളും അനിത്യങ്ങളെന്ന് സിദ്ധിക്കുന്നതിനാൽ അവയിൽ ഉറച്ചുവരുന്ന ആസക്തിയെ വൈരാഗ്യത്താൽ നശിപ്പിച്ച് നിത്യാനന്ദ സ്വരൂപനായ അങ്ങയിൽ പരമപ്രേമവൃത്തിരൂപമായ ഭക്തി അഭ്യസിപ്പിക്കുന്നതിനാൽ തന്നെയേ മനുഷ്യജന്മം സഫലമായി വരികയുള്ളൂ. ഈ കാണപ്പെടുന്ന ദേഹാദിപ്രപഞ്ചം സദ്രൂപനായ അങ്ങയിൽ നിന്നുണ്ടായതും വ്യവഹാരയോഗ്യമായി പരിരസിക്കുന്നതുമാണെങ്കിലും അത് സത്യമാണെന്നുള്ള ബോധം ഉണ്ടാകാതിരിക്കാൻ തക്കവിധം ചിദാനന്ദ സ്വരൂപനായ അങ്ങ് ഞങ്ങളുടെ ബുദ്ധിവൃത്തിയിൽ അനുഭവപ്പെടുമാറാകണമേ. പ്രപഞ്ചത്തിൽ സത്യത്വബുദ്ധി ഒരു കാലത്തിലും ഉണ്ടാകാതിരിക്കണം. 25-ാമത്തെ ശ്ലോകം. ന യദിദമഗ്ര ആസന ഭവിഷ്യതോ നിധനാത് ധനുമിതമന്തരാ തൊയി വിഭാതി മൃഷൈകരസേ അത ഉപമീയതേ ദ്രവിണജാതി വികൽപ്പപദേർ
വിതതമനോവിലാസമൃതമിത്യവയന്ത്യബുധാഃ. സൃഷ്ടിക്ക് മുമ്പ് പ്രപഞ്ചമുണ്ടായിരുന്നില്ല, ഏകനായ ആത്മാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നിങ്ങനെയുള്ള ശ്രുതിവാക്യങ്ങളിൽ നിന്ന് സൃഷ്ടിക്ക് മുമ്പ് പ്രപഞ്ചമുണ്ടായിരുന്നില്ല, പ്രളയത്തിന് ശേഷം ഉണ്ടാകുകയുമില്ല എന്നറിയാൻ സാധിക്കുന്നതാകുന്നു. ആദിയിലും അവസാനത്തിലും ഇല്ലാത്തതുകൊണ്ട് മധ്യത്തിൽ കേവലാത്മാവായ ഈശ്വരനിൽ മിഥ്യാകാര്യമായി ശോഭിക്കുന്നതാണെന്ന് നിശ്ചിതമാകുന്നു. ഇങ്ങനെയാകയാൽ കനകം, മണ്ണ് മുതലായ ദ്രവ്യഭേദങ്ങൾ കൊണ്ടുണ്ടാക്കപ്പെട്ട കുണ്ഡലം, ഘടം എന്നിങ്ങനെയുള്ള പദാർത്ഥങ്ങളെപ്പോലെ എപ്പോഴും കാരണരൂപങ്ങളായി തന്നെ ഇരിക്കുന്നതാകുന്നു എന്ന് യുക്തിപ്രമാണങ്ങൾ കൊണ്ട് തീർച്ചപ്പെടുത്തിയിരിക്കുന്നു. കാര്യങ്ങളായ ഘടശരാവാദികൾ നാമധേയങ്ങൾ തന്നെ. അത് വികാരത്തെ കാണിക്കാനുള്ള അഭിധേയം മാത്രമാകുന്നു. ആ കടകകുണ്ഡല ശരാവാദികളിൽ കാരണമായി ചേർന്നിരിക്കുന്ന മണ്ണും പൊന്നും തന്നെ എപ്പോഴും സത്യമായത്. അതുപോലെ ഇവിടെയും കാര്യങ്ങളായ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി ഇത്യാദികൾ നാമധേയങ്ങൾ തന്നെ. അവയുടെ കാരണമായിരിക്കുന്ന ബ്രഹ്മം ഒന്നുമാത്രം സത്യം എന്നു സാരം. ഇങ്ങനെ പ്രപഞ്ചം മിഥ്യയെന്നും ബ്രഹ്മമേ സത്യമെന്നും ശ്രുതിവാക്യങ്ങളാലും അനുമാന പ്രമാണത്താലും നന്നായി ധരിച്ച് വൈരാഗ്യം അഭ്യസിച്ച് ബ്രഹ്മസാക്ഷാത്കാരത്തിനായി ഗുരുവിനെ ആശ്രയിച്ച് ഭക്തിയോടുകൂടി കാലം കഴിക്കുന്നവർ തന്നെ മനുഷ്യർ എന്ന ശബ്ദത്തിന് അർഹന്മാർ എന്നു ധരിക്കണം. 26-ാമത്തെ ശ്ലോകം. സ യദജയാ ത്വജാ മനുഷ്യൈദഗുണാംശ്ച ജുഷൻ ഭജതി സരൂപതാം തദനു മൃത്യുമപേദഭഗ ത്വമുദജഹാസി താമഹിരവ ത്വജാത്മാത്തഭഗോ മഹസി മഹീയശ്രേഷ്ഠഗുണിതേ പരിമേയഭഗ. ബ്രാഹ്മണാദി ഉത്തമകുലത്തിൽ ജനിച്ചവർ പിത്താധിക്യം നിമിത്തം കുലമഹിമ മറന്ന് ചണ്ഡാളാദികളുടെ സംഘത്തിൽ ചേർന്ന് അവരുടെ വൃത്തികളെ അനുകരിക്കുന്നതുപോലെ ചൈതന്യസ്വരൂപവും ആനന്ദഘനവുമായ ആത്മാവ് അവിദ്യാസംബന്ധം നിമിത്തം നിജരൂപത്തെ മറന്ന് ദേഹാദിധർമ്മങ്ങളെ അംഗീകരിക്കുന്നത് തന്നെ ജീവത്വം. നിദ്ര നശിക്കുന്നതുവരെ സ്വപ്നം നിലനിൽക്കുന്നതുപോലെ അവിദ്യ നശിക്കുന്നതുവരെ മിഥ്യാഭൂതമായ പ്രപഞ്ചം നിലനിൽക്കുന്നതിനാൽ പാരമാർത്ഥിക സത്തയില്ലെങ്കിലും വ്യാവഹാരിക സത്താസംബന്ധം നിമിത്തം ജീവന് സുഖദുഃഖരൂപമായ ബന്ധം ഭവിക്കുന്നു. പരമാത്മാവായിരിക്കുന്ന അങ്ങാകട്ടെ സർപ്പം തൻ്റെ തോലിനെ എന്ന പോലെ അവിദ്യയെ ഉപേക്ഷിക്കുന്നു. അവിദ്യയോട് ചേർച്ചയില്ലാത്തതിനാൽ തൻ്റെ ഐശ്വര്യത്തിന് യാതൊരു കുറവും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങ് സംസാരത്തെ പ്രാപിക്കുന്നില്ല. പരമൈശ്വര്യത്തോടു കൂടി തന്നെ സദാ പ്രകാശിക്കുന്നു. അങ്ങയുടെ ഐശ്വര്യം ഇത്രയെന്ന് നിർണയിക്കാൻ സാധിക്കാത്തതുമാകുന്നു. അതിനാൽ അങ്ങയെ ഭജിക്കുന്നവരെ അണിമാദികളായ 8 വിധം ഐശ്വര്യങ്ങൾ താനേ തന്നെ ആശ്രയിക്കുന്നുവെങ്കിലും ആ ഭക്തന്മാർ പരമൈശ്വര്യസ്വരൂപനായ അങ്ങയിൽ പ്രേമഭക്തിരതന്മാരാകയാൽ ആ 8 വിധങ്ങളായ ഐശ്വര്യങ്ങളെയും കാക്ഷിക്കാതെ അങ്ങയെ തന്നെ പരമോത്കൃഷ്ടമായി പൂജിക്കുന്നുവെന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. 27-ാമത്തെ ശ്ലോകം. യതിന സമുദ്ധരന്തി യദയോ ഹൃദി കാമജടാ ദുരധിഗമോ സദാം ഹൃദി ഗതോ സ്മൃതകണ്ഠമണീഃ അസ്തൃപയോഗിനാമുപയതോപ്യസുഖം ഭഗവന്നനഭഗതാന്തകാദനതിരൂഢപദാത്ഭവതഃ. മുകളിൽ പറഞ്ഞ വിധം വൈരാഗ്യഭക്തി സഹിതരായി ഭഗവാനെ ഭജിക്കുന്നവർ മൃത്യുവിനെ അതിക്രമിക്കുന്നു. മറ്റുള്ളവർ സംസാരത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞ ശേഷം ഇപ്പോൾ ബഹിസ്സംഗത്തെ ഉപേക്ഷിച്ച് ഭഗവത് ഭജനമാർഗത്തെ പ്രാപിച്ചവരായിരുന്നാലും വാന്താശന സമങ്ങളായ വിഷയസുഖങ്ങളെ ആഗ്രഹിക്കുന്നവർ ഭഗവത് തത്വത്തെ അറിയുന്നില്ല. ഇഹത്തിലും പരത്തിലും അവർക്ക് സുഖമില്ല. നീചയോനികളിൽ അടിക്കടി ജനിച്ചും മരിച്ചും ദുഃഖത്തെ തന്നെ പ്രാപിക്കുന്നു എന്ന് കാണിച്ച് അവരെക്കുറിച്ച് ദുഃഖിക്കുന്നു. 28-ാമത്തെ ശ്ലോകം. ത്വദവഗമീന വേത്തി ഭവത്തുതശുഭാശുഭയോർ ഗുണവിഗുണാന്വയാം സ്തർഹി ദേഹഭൃതാം ച ഗിര അനുയുഗമന്വഹം സഗുണഗീതപരമ്പരയാ ശ്രവണഭൃതോ യതസ്ത്വമപവർഗഗതിർമനുജൈഃ. ചിലർ എപ്പോഴും അങ്ങയുടെ ലീലാകഥകൾ കേൾക്കുന്നതിൽ അത്യാസക്ത ചിത്തന്മാരായിരിക്കും.
അവർ എപ്പോഴും ഭഗവാന്റെ പാദപങ്കജ സമീപവാസികളാകയാൽ അവരെയും വിധി നിഷേധവാക്യങ്ങൾ ബാധിക്കുന്നില്ല. യോഗമെന്ന വ്യാജത്തോടുകൂടി ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിൽ അധികം ആസക്തിയുള്ളവരായി കാണപ്പെടുന്ന യോഗികൾ കാമബാധയിൽ നിന്ന് വിമുക്തന്മാരല്ലാത്തതിനാൽ അവർക്ക് ഉഭയലോകത്തിലും സുഖമില്ല. അതുകൊണ്ട് യോഗങ്ങളിൽ വച്ച് ഭക്തിയോഗം തന്നെ പരമോത്കൃഷ്ടം. അതിൽ പ്രവർത്തിക്കുന്നവർ അധപ്പതിക്കാതെ ഭഗവാനാകുന്ന ആശ്രയത്തോടു കൂടിയവരായിട്ട് ക്രമത്തിൽ ഭയരഹിതമായിരിക്കുന്ന നിർവ്വാണത്തെ പ്രാപിക്കുന്നു. 29-ാമത്തെ ശ്ലോകം. ദ്യുപദയ ഏവ തേനയയുരന്തമനന്തതയാ ത്വമഭിയദന്തരാണ്ഡനിചയാനനുസാവരണാഃ കൈവരജാംസി വാന്തി വയസാ സഹയശ്രുതയ സ്ത്വൈഃ ബലന്ത്യതന്നിരസനേന ഭവന്നിധനാഃ. അങ്ങാകുന്ന യാതൊരു ആസ്പദത്തിങ്കൽ അനന്തബ്രഹ്മാണ്ഡങ്ങൾ കാലചക്രം ഹേതുവായി ആകാശത്തിൽ പരമാണുക്കളെപ്പോലെ ഒരുമിച്ച് ഒരേ സമയത്തിൽ ഒന്നായിട്ട് ചുറ്റിത്തിരിയുന്നു. അപ്രകാരം ഇരിക്കുന്ന അങ്ങയ്ക്ക് അന്തമുണ്ടെന്ന് വരികയില്ല. എന്നാൽ വേദങ്ങൾ അങ്ങയുടെ വൈഭവത്തെ പരിച്ഛേദിക്കുന്നു എന്നുണ്ടോ? അതുമില്ല. സഗുണനായിരിക്കുന്ന അങ്ങയുടെ ഗുണങ്ങൾ അനന്തങ്ങളാകയാലും നിർഗുണനായിരിക്കുന്ന അങ്ങ് വാക്കിന് ഗോചരമാവാത്തതിനാലും അങ്ങയിൽ സാക്ഷാൽ ഗതി വേദങ്ങൾക്ക് ഭവിക്കുന്നില്ല. എങ്കിലും താത്പര്യവൃത്യ അങ്ങയിൽ പര്യവസാനത്തെ പ്രാപിക്കുന്നു. വേദാഭിമാനികളായ ദേവതകളുടെ ശ്രുതി അവസാനിച്ചു. ഹരി ഓം.